ഹലോ കൂട്ടുകാരെ, കുട്ടികളുടെ അവധിക്കാലം രസകരമാക്കാൻ അവർക്കൊപ്പം ഒരു യാത്ര പോയാലോ? അവരുടെ അവധിക്കാലം രസകരമാക്കാൻ 2-3 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് അവരെ ഒരു ദിവസം കൊണ്ടുപോയാലും അവർ സന്തുഷ്ടരായിരിക്കും. അങ്ങനെ നമുക്ക് പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ. ഏകദേശം കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഉള്ളവർക്കൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ പോയി വരാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടേക്കാണ്. പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് ഈ വേനൽക്കാലത്ത് നമുക്ക് വെയിലൊന്നും അധികം ഏൽക്കാത്ത രീതിയിലുള്ളൊരു ഏരിയ ആണ്. കാരണം പോകുന്ന വഴിക്ക് തന്നെ 2 വശങ്ങളിലും മരങ്ങളും കുഞ്ഞു കുഞ്ഞു കാടുകളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഏരിയ ആണ്. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതുണ്ട്. നമുക്ക് പോകുന്ന വഴിക്ക് തന്നെ പല പല മലനിരകളും ചെടികളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. റോഡ് പണി ചില ഏരിയകളിൽ കഴിഞ്ഞിട്ടുണ്ട്, ചില ഏരിയകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുടുംബമായിട്ടും കുട്ടികളായിട്ടൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയൊരു ഏരിയ ആണ്. എവിടെയാണെന്ന് ആർക്കെങ്കിലും ഐഡിയ കിട്ടിയോ? ഇത്രയും സ്ഥലം കണ്ടപ്പം തന്നെ. ഈ സ്ഥലം എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ നിന്നും കുറച്ച് ഉള്ളോട്ട് മാറിയിട്ട്, കുറച്ചെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉള്ളോട്ട് മാറിയിട്ട് തന്നെയാണ് കേട്ടോ. ഒരു 63 കിലോമീറ്ററോളം അകലെ കൂരാച്ചുണ്ട് ഗ്രാമപഞ്ചായത്തിലെ കക്കയം കുറ്റ്യാടി പുഴയിൽ നിർമ്മിച്ച അണക്കെട്ട് ഏതാണെന്നറിയോ നിങ്ങൾക്കൊക്കെ? ആ അണക്കെട്ടിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര കേട്ടോ. പോകുന്ന വഴിക്ക് അണക്കെട്ട് എത്തുന്നതിന് മുന്നേ നമുക്ക് പല സ്ഥലങ്ങളും പരിചയപ്പെടാനുണ്ട്. പല പ്രകൃതി രമണീയമായിട്ടുള്ള ഏരിയകൾ നമുക്ക് കാണാനുണ്ട്. കുഞ്ഞു റോഡാവുന്നുണ്ട് ഉള്ളോട്ട് പോകുന്നതിനനുസരിച്ച്. അവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് വലുതാക്കാൻ വേണ്ടിയിട്ട്, ടൂറിസ്റ്റ് പ്ലേസ് ആക്കാൻ വേണ്ടിയിട്ട് 2 വശങ്ങളിലും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ഏരിയകളിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്കി ഏരിയകളിലേക്കാണ് വർക്ക് നടക്കാനുള്ളത്. എന്തായാലും പോയാൽ വർത്താവുന്ന ഒരു ഏരിയയാണ്. ഇതൊക്കെ പോകുന്ന വഴിക്ക് കാണുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഒരു മലയുടെ ഇപ്പുറത്ത് നിന്ന് അപ്പുറത്തെ മലകളൊക്കെ നിരത്തി കാണുന്ന പോലെയാണ്. നമ്മൾ ഉള്ളോട്ട് എത്തിയപ്പോൾ 2 വഴികൾ കണ്ടു. വലതോ ഇടതോ എന്ന് ആലോചിച്ചു. വലത് പോയാലും ഇടത് പോയാലും അവിടെ എത്തും എന്നുള്ള ആൻസറാണ് നമുക്ക് കിട്ടിയത്. നമ്മളെന്തായാലും ഇടത് വഴി കയറി. ഈ വഴിക്കാണ് നമുക്ക് പോകുന്നത് വെച്ചാൽ നമ്മുടെ സ്വന്തം തോണിക്കടവ് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മലബാറിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്ന തോണിക്കടവ്. ഇത് നമുക്ക് കക്കയത്തേക്ക് പോകുന്ന വഴിയിലാണ് ഈ തോണിക്കടവ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നല്ല ഉയർന്ന വാച്ച് ടവറും ശാന്തമായ നദിയും പച്ചപ്പ്, കുന്നുകൾ, പിന്നെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ദ്വീപുകൾ കണ്ടോ. കുഞ്ഞു കുഞ്ഞു ദ്വീപുകളും എല്ലാം നമുക്ക് ഉന്മേഷകരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. ഒരു 1 ഡേ പിക്നിക്കിനൊക്കെ പറ്റിയൊരു ശാന്തമായ സ്ഥലമാണ്. തണുത്ത വെള്ളവും ചെറിയ ചെറിയ പാറക്കെട്ടുകളും ഒരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷം. നമുക്ക് കക്കയത്ത് കയറാൻ ലേറ്റ് ആവുന്നുള്ളതുകൊണ്ട് നമ്മൾ തോണിക്കടവ് ഇറങ്ങിയില്ല. കണ്ടില്ലേ, ഈ ദ്വീപുകളൊക്കെ ഇങ്ങനെ കാണാൻ നല്ല രസമല്ലേ? വെള്ളത്തിൻ്റെ ഇടയിൽ കുഞ്ഞു കുഞ്ഞു ദ്വീപുകൾ. കുറേ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല നല്ല പാറക്കെട്ടുകളും കുഞ്ഞു കുഞ്ഞു ഉരുളൻ കല്ലുകളും. ഞാൻ ഓൾറെഡി ഇവിടെ വന്നിട്ടുള്ളതാണ്. കുഞ്ഞു കുഞ്ഞു ഉരുളൻ കല്ലുകളും കുട്ടികളൊക്കെ കൊണ്ടുവരിക വെച്ചാൽ അവർക്ക് ഭയങ്കര സന്തോഷം. അവർക്ക് വെള്ളത്തിൽ കളിക്കുന്നതൊക്കെ അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം വെക്കേഷൻ ആനന്ദകരമാക്കാൻ തോണിക്കടവ് വന്നാലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന കക്കയം ഡാമാണെങ്കിലും അടിപൊളി സ്ഥലം തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ തോണിക്കടവ് പാസ് ചെയ്ത് പോകുമ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് നേരം കഥകളൊക്കെ പറഞ്ഞു കേട്ടോ. അവിടെ നിർത്തി കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നു. ഈ കുഞ്ഞു കുഞ്ഞു ദ്വീപും ഒരു ഊട്ടിയായിട്ട് തന്നെ തോന്നുന്നില്ലേ? മൊത്തമായിട്ട് കണ്ടിട്ട് മരങ്ങൾ, പച്ചപ്പ്, അങ്ങനെ. അപ്പം ഇതാണ് ഇതിൻ്റെ മെയിൻ എൻട്രൻസ് ആയിട്ട് വരുന്നത്. ഇവിടെ ടിക്കറ്റ് എടുക്കാനുണ്ട്. അപ്പം വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. വെള്ളപ്പാച്ചിൽ എപ്പോൾ വേണേലും വരാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമ്മൾ ഇറങ്ങിയില്ല, കാരണം കക്കയം ഡാമിലേക്കാണല്ലോ നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ നേരെ പോയിട്ട് അടുത്ത ജംഗ്ഷനിൽ ഇടത് തിരിയുമ്പോൾ അങ്ങനെ പോകുന്ന വഴി മൊത്തം അടിപൊളി. ഈ തെങ്ങുംതോപ്പൊക്കെ കാണാൻ എന്ത് രസമായിരുന്നു അറിയോ? ഒരു ശാന്തതയും സമാധാനമൊക്കെ നിറഞ്ഞൊരു ഏരിയ. നമ്മുടെ സിറ്റിയിൽ നിന്ന് മാറി കുറച്ച് ഉള്ളോട്ടായിട്ട് മക്കളൊക്കെ കൊണ്ടുവന്നാൽ തന്നെ അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു ഏരിയ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പോണ വഴിക്ക് കക്കയം ഡാമിൻ്റെ ബോർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മെയിൻ അങ്ങാടി എത്തി. അങ്ങാടിയിൽ നിന്ന് നേരെ കയറിയാൽ മതി. ഇവിടെ നിന്ന് കയറി കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ദൂരം ട്രാവൽ ചെയ്യാനുണ്ട്. ആ പോക്കാണ് അടിപൊളി യാത്ര എന്ന് പറയാൻ. 2 ഭാഗങ്ങളിലും എന്താ പറയുക, ഇതുപോലെ പച്ചപ്പ് നിറഞ്ഞിട്ട് അധിക വാഹനങ്ങളൊന്നുമില്ല. ശാന്തമായിട്ട് നമുക്ക് പച്ചപ്പും കാടും മലയും ഒക്കെ കണ്ട് പോകാൻ പറ്റിയൊരു ഏരിയ ആണ്. അതാണ് നമ്മുടെ ടാർഗറ്റ് ഗായ്സ്. പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം നമ്മൾ കണ്ടിട്ടുണ്ടോ ഗായ്സ്? 4 ഭാഗത്തും മരങ്ങളാണ് ഗായ്സ്.
പോകുന്ന വഴിക്ക് അവിടെയും ഇവിടെയൊക്കെ വീടുകളും കാണാനുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അധിക വീടുകളൊന്നുമില്ല, കുറഞ്ഞ രീതിയിലേക്ക് കുറേ ദൂരം പോകുമ്പോൾ ഒന്നോ രണ്ടോ വീട്, ആ രീതിയിലാണ് വീടുകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് കണ്ടിട്ട് നമുക്ക് കാട്ടിനുള്ളിൽ കയറി പോകുന്ന പോലെയല്ലേ ഗായ്സ്, വെറും മാവാണ് ഗൈസ് അത്. റോഡുകൾ വളരെ ഇടുങ്ങിയതായതിനാൽ ദയവ് ചെയ്ത് പോകുമ്പോൾ ശ്രദ്ധയോടെ വാഹനം ഓടിച്ചു പോകുക. നമ്മൾ ഫാമിലിക്കായിട്ടാണ് പോകുന്നത് വെച്ചാൽ ശ്രദ്ധയോടെ വാഹനം ഓടിച്ചു പോകണം. കുഞ്ഞു റോഡാണ്, അതുപോലെ തന്നെ രണ്ട് ഭാഗവും ഇടുങ്ങിയതാണ്. ഈ പോകുന്ന വഴി തന്നെ നല്ലൊരു ആകർഷണമാണ് കേട്ടോ. നമുക്ക് കക്കയത്തേക്ക് പോകാനൊരു രണ്ട് ഭാഗത്തും കാടുകളോട് നിറഞ്ഞിട്ടുള്ള, പോകുന്ന വഴിക്ക് ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട്, വന്യജീവികൾ ഉണ്ടാവും, അപ്പോൾ സൂക്ഷിച്ച് പോകണം എന്നുള്ളത്. കണ്ടില്ലേ, വന്യജീവി റോഡ് ക്രോസ് ചെയ്യുന്ന ഏരിയകളൊക്കെയാണ്, അപ്പം സൂക്ഷിച്ച് പോകണം എന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വരുന്നവർ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വരണം. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഏരിയ എത്തും. കുറച്ച് ഉള്ളോട്ട് പോകണം, അത്യാവശ്യം കുറച്ച് പോകാനുണ്ട്. ഈ വന്ന വഴികളിലൂടെയൊക്കെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു കൗണ്ടർ കാണാൻ കഴിയും, ടിക്കറ്റ് കൗണ്ടർ. അവിടുന്ന് എത്ര പേരാണോ ഉള്ളത് വെച്ചാൽ ടിക്കറ്റ് എടുക്കാം. അതുപോലെ തന്നെ അവിടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം, വണ്ടി നമ്പർ, ബാക്കി ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് മുന്നോട്ട് നീങ്ങി. ക്ലോസ് ആക്കാൻ ആവാറായിട്ടുണ്ടായിരുന്നു, അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് പോയിട്ട് ഇറങ്ങണം, അവിടെ എത്തിയതിന് ശേഷം കുറച്ച് ഉള്ളോട്ട് നടക്കാനുണ്ട്, അതുകൊണ്ട് വേഗം പോയിട്ട് ഇറങ്ങിക്കോളൂ, വരുന്ന വഴിക്ക് എടുത്താൽ മതി കേട്ടോ, വീഡിയോ പോകുമ്പോൾ എടുക്കരുത്. ഞാൻ വീഡിയോ എടുത്ത് പോകുന്ന കണ്ടിട്ട് അതുകൊണ്ട് ചേച്ചി പറഞ്ഞു, മോളെ പോകുന്ന വഴിക്ക് വീഡിയോയും ഫോട്ടോ എടുത്ത് നിൽക്കല്ലേ കേട്ടോ, വരുമ്പോൾ എടുത്തോളൂ, കാരണം ലേറ്റായി കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ റിട്ടേൺ വരേണ്ടി വരും എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞങ്ങളൊന്നും നോക്കിയില്ല, പിന്നിച്ച് വിട്ടു. ഫൈനലി ഞങ്ങൾ ഇതാ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എത്തി. അവിടെ എത്തിയിട്ട് വീണ്ടും ടിക്കറ്റ് എടുക്കണം കേട്ടോ, വണ്ടി നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ അവിടെ കയറിയിട്ട് ഞങ്ങൾ ടിക്കറ്റ് എടുത്തു.
ടിക്കറ്റ് എടുത്തിട്ട്. അപ്പോഴവർ പറഞ്ഞു വേഗം നോക്കണേ എന്നുള്ള രീതിയിൽ, കാരണം എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി. അവിടെ എത്തിയപ്പോഴും നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. ഈ വണ്ടികളൊക്കെ അവിടേക്ക് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഉള്ളോട്ട് പോകാൻ വേണ്ടിയിട്ട് വണ്ടി അവിടെ പാർക്ക് ചെയ്തു. എന്നിട്ട് ഉള്ളോട്ട് പോകാൻ വേണ്ടി നടന്നു. അപ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള സെപ്പറേറ്റ് പാർക്ക് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പുഴ അതാ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ബോട്ടിംഗ് സർവീസ് ഉണ്ട് കേട്ടോ. ബോട്ടിൽ പോകാൻ താല്പര്യമുള്ളവർക്ക് ബോട്ട് സർവീസ് അവിടെ ഉണ്ട്. റേറ്റും കാര്യങ്ങളും നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, ഓൾറെഡി ഒരു ഇതിലായിരുന്നു. അപ്പം നമുക്ക് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അപ്പുറത്ത് പോയിട്ട് വെള്ളച്ചാട്ടം കണ്ടിട്ട് വേണമല്ലോ വരാൻ. അതുകൊണ്ട് പറഞ്ഞു നമുക്ക് അവിടെ പോയി വരാമെന്നുള്ള രീതിയിൽ ഞങ്ങൾ അവിടേക്ക് പോയി. അങ്ങനെ കുട്ടികൾക്കുള്ള പാർക്കൊക്കെ ഉണ്ട്. കുഞ്ഞു മക്കളായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ നടത്താൻ തുടങ്ങി. അത്യാവശ്യം ഉള്ളോട്ട് നടന്ന് കയറാനുണ്ട്, കുറച്ചൊന്നുമല്ല. അവിടെ ബോട്ട് സർവീസ് അവൈലബിൾ ആണ്, ജീപ്പ് സർവീസ് അവൈലബിൾ ആണ്. ജീപ്പിൽ അവരുടെ ജീപ്പ് തന്നെ അവിടെ ആക്കി തന്നിട്ട് റിട്ടേണും ഉണ്ട്. അങ്ങനെ പോകണമെങ്കിൽ അങ്ങനെ പോവാം. അപ്പം ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. വന്യജീവി ഉള്ളതാണ്, സൂക്ഷിക്കുക, ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ള അങ്ങനത്തെ എല്ലാ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് നമുക്ക് പല പല വെറൈറ്റി ആയിട്ടുള്ള മരങ്ങളൊക്കെ കാണാൻ കഴിയും കേട്ടോ. നാട്ടിൽ സാധാരണ കാണാൻ കഴിയാത്ത രീതിയിലുള്ള മരങ്ങൾ, അതൊക്കെ അവർ പേര് എഴുതി ഒട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കാട്ടിലൂടെയുള്ളൊരു ഉല്ലാസയാത്രയായിട്ട് നമുക്കിതിനെ കൺസിഡർ ചെയ്യാം. കുഞ്ഞു കുഞ്ഞു മരങ്ങൾ കണ്ടില്ലേ, ഉള്ളിലൂടെ സൂര്യപ്രകാശം അടിക്കുന്നത്. പണ്ട് ഇവിടെ വന്നില്ലേനോ, അത് നേരത്തെ നമ്മൾ കണ്ടില്ലേ, അത് ഇങ്ങോട്ട് വരിക. നല്ല സെൻറ്റർ പിടിക്ക്. ആദ്യം ഇവിടെ വരിക, 3 പ്ലേസ് ഉണ്ട് ഇവിടെ. ആദ്യം വരുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് കണ്ടിട്ട് തിരിച്ച് കരയാത്തപോലെ കാണാം. പിന്നെ സൂര്യൻ അസ്തമിക്കുന്ന ഫോട്ടോ കിട്ടുന്ന സ്ഥലമുണ്ട്, കരയാണ്ട് വയലടാ. അല്ല 5 മണിക്ക് കഴിഞ്ഞാൽ 6:30ക്കുള്ളിൽ സൂര്യൻ അസ്തമിക്കുന്നത്. കുഴി വെള്ളച്ചാട്ടം
ഉരക്കുഴി എന്ന് പേര് വരാൻ കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ വെള്ളം വന്ന് ചാടി പാറയ്ക്ക് ഉരുള് പോലെ പൊത്തതായിട്ട് ഏകദേശം 600 അടി താഴ്ചയിലേക്ക് വെള്ളം പോന്നു. കോഴിക്കോട് ബീച്ചിൽ നിന്ന് 2500 അടി ഉയരത്തിൽ നമ്മൾ നിൽക്കുന്നു. ഈ വെള്ളം താഴോട്ടേക്ക് പതിച്ചു കഴിഞ്ഞാൽ പാറയുടെ മുകളിൽക്കൂടെയാണ് ആദ്യം വെള്ളം ഒഴുകുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞ ഉരുള് പോലെ പാട പൊത്തിക്കൂടെയെല്ലാം പോയിട്ട് ഏകദേശം 1/2 കിലോമീറ്ററോളം താഴെ ലാസ്റ്റ് പൊന്തുന്ന അതിൻ്റെ ഉദാഹരണം മാത്രമാണ് ആ വളവിൻ്റെ അടക്കണ്ടോ. ഇടത്തുനിന്ന് വലത്തോട്ടെല്ലാം പതുപോലെ എഴുതുന്നുണ്ട്. താഴ്ഭാഗത്ത് ഏറ്റവും താഴ്ഭാഗത്ത് പാറയുടെ മുകളിൽ കൂടെ വെള്ളം ഒഴുകി പോകുന്നില്ല. കേരളത്തിലെ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും പാറയുടെ മുകളിൽ കൂടെ വെള്ളം, ഇത് പാടെ പൊത്തിക്കൂടെ പോയിട്ട് പല പല ഭാഗത്താണ് ഇത് പൊന്തുന്നത്. അതുകൊണ്ടാണ് ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി മഴക്കാലത്തോ വേനൽക്കാലത്തോ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട് കക്കയം ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് വീണ് പോയാൾ പോയി കൂടെ കാണാൻ വന്നയാൾ തിരിച്ചു വെക്കുള്ളൂ. കേരളത്തിലെ ഏക തെരച്ചിലില്ലാത്ത ടൂറിസ്റ്റ് പ്ലേസ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ അപകടങ്ങൾ സംഭവിക്കാത്തതെന്ന് പറഞ്ഞാൽ 5 മണി വരെ നിയന്ത്രിക്കാനും പറഞ്ഞു കൊടുക്കാനും ഗൈഡുമായി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതുവരെയും ഒരു വിനോദസഞ്ചാരി അപകടത്തിൽപ്പെട്ടില്ല. പക്ഷേ വെള്ളച്ചാട്ടം പുറലോകം അറിയപ്പെടാൻ തുടങ്ങിയത് അടിയന്തരാവസ്ഥക്കാലത്ത് കക്കയം ക്യാമ്പിൽ നിന്ന് പോലീസുകാർ ഉരുട്ടിക്കൊന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി സഖാവ് രാജൻ്റെ ബോഡി കൊണ്ടിട്ട സ്ഥലം. നിങ്ങൾ കേൾക്കുന്ന പോലെ ഞങ്ങളും കേൾക്കുന്ന കേട്ടുകളിൽ മാത്രമേ ഉള്ളൂ. അന്നോട്ടാണ് ആളുകളെല്ലാം ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഈ പുഴ കടന്ന് കാട്ടിക്കുടക്കരി ആ ചാഞ്ഞ് നിൽക്കുന്ന മരത്തെ പിടിച്ച് 76 മുതൽ ഇതിൻ്റെ യഥാർത്ഥ താഴ്ഭാഗം കാണുന്നത്. അങ്ങനെ കക്കയോ ഉരക്കുഴി വെള്ളത്തോടും വെള്ളവും അറിയപ്പെടാൻ തുടങ്ങി. ഈ വെള്ളം ഇപ്പോൾ ഒഴിപ്പോൾ നിങ്ങൾ വരുമ്പോൾ കരിയാത്തുമ്പാറ തോണിക്കടവിലെ കണ്ടില്ലേ? ആ തോണിക്കടവിലെ ഒഴിപ്പോന്ന വെള്ളം ഇതാണ്. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു വിനോദസഞ്ചാരി എത്തണമെന്ന് ആഗ്രഹിച്ച കാര്യം എത്തണമെങ്കിൽ കരിയാത്തുംപാറയിൽ നിന്ന് 3.5 കിലോമീറ്റർ പുഴയെക്കൂടെ മാത്രം വേനൽക്കാലത്ത് അതിസാഹസികമായ രീതിയിൽ പാറക്കൂടെ കയറുകൾ ഉപയോഗിച്ച് കയറിയെന്നാൽ മാത്രമേ ഇതിൻ്റെ അടിഭാഗത്ത് എത്താനൊക്കെ ഉള്ളൂ. അങ്ങനെ എത്തിക്കഴിഞ്ഞ ഒരു വിനോദസഞ്ചാരി മുകളിലോട്ട് നോക്കിയിരുന്നാൽ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും താഴോട്ടേക്ക് പതിക്കുന്ന കാണത്തില്ല. പാറ പൊത്തിക്കൂടെയല്ല വെള്ളം പോകുന്നത്. അതുകൊണ്ടാണ് ഈ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടെ വരാൻ പോവാണ്. കേരളത്തിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ മുകളിൽ നിന്നും താഴോട്ടേക്ക് മാത്രം കാണുന്ന വെള്ളച്ചാട്ടം. ഈ പാലം ഉണ്ടാക്കി നമുക്ക് പാലത്തെ കയറി ഇതിൻ്റെ യഥാർത്ഥ കുഴിയിലേക്ക് വെള്ളം പോകുന്ന കാണാൻ വേണ്ടി തൂക്കുപാലം നിർമ്മിച്ച് ഇത് പൊളിഞ്ഞു പോകാൻ കാരണം 2018 പ്രളയത്തിൽ കക്ക അണക്കെട്ട് തുറന്നു വിട്ടു. ആ അണക്കെട്ടിലെ വെള്ളം കാട്ടിലെ വെള്ളം കൂടി പാലം മൂടി മരത്തിൻ്റെ 3/4 ഭാഗം ഉയർത്തി ഇവിടെയെല്ലാം 3 ദിവസം അഗാധമായ വെള്ളത്തിൽ അതിൻ്റെ ഫലമായിട്ട് ആ തൂക്കുപാലം പൊട്ടിപ്പോയത്. പിന്നെയാണ് കമ്പിവേലിയിലിട്ട് ആൾക്കാർ കാണാൻ വേണ്ടി. വേറെ പ്രത്യേകത ഇന്ത്യയിലെ ടൂറിസ്റ്റ് പ്ലേസുകളിൽ ഒരു മനുഷ്യൻ്റെ മുഖച്ചാള പാറ, നെറ്റി കണ്ണ് മൂക്ക് വായി തള്ളി നിൽക്കുന്ന പാറ, ഈ വലസൈഡിലുള്ള പാറ. ഇരുട്ടായി കഴിഞ്ഞാൽ ആന കാട്ടുപോത്തിൻ്റെ സെൻറ്ററാണ്, റേഞ്ചും ഇല്ലാത്തതുകൊണ്ട് വിനോദസഞ്ചാരികളെ 5 മിനിറ്റ് മാത്രം നിർത്തുള്ളൂ. 10 കിലോമീറ്റർ തലയാട് ചീടിക്കുഴി, 18 അടിവാരം, 31 ലക്കടി, 31 പടിഞ്ഞാത്ര ബാണാസുര സാഗർ. ഏകദേശം കാര്യങ്ങൾ മനസ്സിലായില്ലേ? അങ്ങനെ അപ്പം നമ്മളവിടെയൊക്കെ കണ്ട് നേരെ തിരിച്ചു പോന്നു കേട്ടോ. ടൈം എത്ര ആയതുകൊണ്ട് തന്നെ അവിടെ കണ്ടു പോന്നു. വരുന്ന സമയത്ത് ഇതായിരുന്നു കേട്ടോ അവസ്ഥ. എൻ്റെ പൊന്നെ അടിപൊളി. അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടാണ് കേട്ടോ പോകുന്നത്. നല്ല രസം എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. ആ സന്ധ്യാസമയം കൂടി ആയപ്പോഴേ ആകാശത്തിൻ്റെയൊക്കെ കളർ നോക്കി അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ 3 ഭാഗത്തും മലകളായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം മസ്റ്റ് വിസിറ്റാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.